मेरे बाबा तुझे याद करूं. ഓം ശാന്തി. 11/1/21 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മോസ്റ്റ് ബിലവഡായ ശിവ് ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ നിങ്ങൾ ആ ഒന്നിൻ്റെ ശ്രീമതനുസരിച്ച് നടക്കൂ. ചോദ്യം: മനുഷ്യർ പരമാത്മാവിനെക്കുറിച്ച് അന്യോന്യം വിഭിന്നമായ ഏത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്? ഉത്തരം: ഒരു ഭാഗത്ത് പറയുന്നു പരമാത്മാവ് അഖണ്ഡ ജ്യോതിയാണ്, മറുഭാഗത്ത് പറയുന്നു ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടവനാണ്. ഈ രണ്ട് കാര്യങ്ങളും അന്യോന്യം വിഭിന്നമാണ്. യഥാർത്ഥ രൂപത്തിൽ അറിയാത്തത് കാരണം തന്നെയാണ് പതീതമായിക്കൊണ്ടിരിക്കുന്നത്. ബാബ എപ്പോൾ വരുന്നോ അപ്പോൾ തൻ്റെ ശരിയായ തിരിച്ചറിവ് നൽകുന്നു. ഗീതം: നിന്റെ വീഥിയിൽ മരിക്കണം. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. ആരെങ്കിലും മരിക്കുമ്പോൾ അച്ഛൻ്റെ അടുക്കൽ ജന്മമെടുക്കും. അച്ഛൻ്റെ അടുക്കൽ ജന്മമെടുത്തു എന്നാണ് പറയാറുള്ളത്. മാതാവിൻ്റെ പേര് പറയില്ല. അനുമോദനങ്ങളും പിതാവിന് തന്നെയാണ് നൽകപ്പെടുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളാണ്. അതായി ശരീരത്തിൻ്റെ കാര്യം. ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊരു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. നിങ്ങൾ 84 ജന്മങ്ങളിൽ 84 സാകാരി പിതാവിനെ സ്വീകരിച്ചു. വാസ്തവത്തിൽ നിരാകാരനായ പിതാവിൻ്റെ കുട്ടികളാണ്. നിങ്ങൾ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളാണ്. അവിടെ വസിക്കുന്നവരുമാണ്. അതിനെ നിർവാണധാമം അഥവാ ശാന്തിധാമം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ വസിക്കുന്നവരാണ്. ബാബയും അവിടെ വസിക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾ ലൗകിക പിതാവിൻ്റെ കുട്ടികളാകുന്നു. അപ്പോൾ പിന്നെ ആ പിതാവിനെ മറന്നുപോകുന്നു. സത്യയുഗത്തിലും നിങ്ങൾ സുഖം അനുഭവിക്കുന്നവരാകുമ്പോൾ ആ പാരലൗകിക പിതാവിനെ മറന്നുപോകുന്നു. സുഖത്തിൽ ആ ബാബയെ ആരും സ്മരിക്കുന്നില്ല. ദുഃഖത്തിൽ ഓർമ്മിക്കുന്നു. ഓർമ്മിക്കുന്നതും ആത്മാവാണ്. ലൗകിക ബാബയെ ഓർമ്മിക്കുമ്പോൾ ബുദ്ധി ശരീരത്തിൻ്റെ നേർക്ക് ആയിരിക്കുന്നു. ഈ ബാബ, അതായത് ബ്രഹ്മബാബ, ആ ഒന്നിനെ ഓർമ്മിക്കുമ്പോൾ ഓ ബാബ എന്ന് പറയും. രണ്ടുപേരും ബാബ തന്നെ. ശരിയായ വാക്ക് ബാബ എന്ന് തന്നെയാണ്. ഇദ്ദേഹവും ഫാദറാണ്, അതും ഫാദറാണ്. ആത്മാവ് ആ ആത്മീയ അച്ഛനെ ഓർമ്മിക്കുന്നു. അപ്പോൾ ബുദ്ധി അവിടേക്ക് പോകുന്നു. ഇത് ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതറിയാം, ബാബ വന്നു കഴിഞ്ഞു, നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. ബാബ പറയുന്നു, ആദ്യം ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയച്ചു. നിങ്ങൾ വളരെ വളരെ ധനികനായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നു. ഇപ്പോൾ ഡ്രാമ അനുസരിച്ച് പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മാവും ശരീരമാകുന്ന വസ്ത്രവും സദോ പ്രധാനമായിരുന്നു. പിന്നെ ഗോൾഡൻ ഏജിൽ നിന്നും സിൽവർ ഏജിലേക്ക് ആത്മാവ് വന്നപ്പോൾ ശരീരവും സിൽവർ ഏജിലേക്ക് വന്നു. പിന്നെ കോപ്പർ ഏജിലേക്ക് വന്നു. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തീർത്തും പതീതമായിരിക്കുന്നു. അപ്പോൾ ശരീരവും പതീതമാണ്. 14 കാരറ്റിൻ്റെ സ്വർണം ആരും ഇഷ്ടപ്പെടാറില്ല, കറുത്തു പോകുന്നു. നിങ്ങളും ഇപ്പോൾ കറുത്ത അയണേജ്ഡ് ആയിരിക്കുന്നു. ഇപ്പോൾ ആത്മാവും ശരീരവും
ഇങ്ങനെ കറുത്തതായി? പിന്നെ പ്യോർ എങ്ങനെയാകും? ആത്മാവ് പ്യോർ ആകുമ്പോൾ ശരീരവും പ്യോറായത് ലഭിക്കും. അതെങ്ങനെയാകും? ഗംഗാസ്നാനത്തിലൂടെയാണോ? അല്ല. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. ഇത് ആത്മാവാണ് പറയുന്നത്. ബുദ്ധി പാരലൗകിക ബാബയുടെ അടുക്കിലേക്ക് പോകുന്നു. ഹേ ബാബ, നോക്കൂ, ബാബ എന്ന വാക്ക് തന്നെ എത്ര മധുരമാണ്. ഭാരതത്തിൽ തന്നെയാണ് ബാബ ബാബ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആത്മാഭിമാനിയായി ബാബയുടേതായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയച്ചിരുന്നു, പുതിയ ശരീരം ധാരണ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു? ഈ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബാബയെ തന്നെ ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നുമുണ്ടല്ലോ, ഹേ ബാബ, നമ്മൾ ആത്മാക്കൾ പതീതമായിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് വന്ന് പാവനമാക്കി മാറ്റൂ. ഡ്രാമയിലും ഈ പാർട്ടുണ്ട്. അതിനാലാണ് വിളിക്കുന്നത്. എപ്പോഴാണോ പഴയ ലോകത്തിൽ നിന്നും പുതിയതാകേണ്ടത്, അപ്പോഴാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച് സംഗമത്തിൽ വരുന്നത്. തീർച്ചയായും സംഗമത്തിൽ തന്നെ വരും. കുട്ടികളായ നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, മോസ്റ്റ് ബിലവഡായത് ബാബയാണ്. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നുമുണ്ട്. ഇപ്പോൾ സ്വീറ്റ് ആരാണ്? ലൗകിക ബന്ധത്തിൽ ആദ്യം ഫാദറാണ്. ഫാദർ ജന്മം നൽകുന്നു, പിന്നെ ടീച്ചർ. അത് നല്ലതാണ്. ടീച്ചറിൽ നിന്നും പഠിച്ച് പദവി നേടുന്നു. നോളജ് ഈസ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നു. ജ്ഞാനമാണ് നോളജ്, യോഗമാണ് ഓർമ്മ. അപ്പോൾ പരിധിയില്ലാത്ത ബാബ ആരാണോ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരി ആക്കിയിരുന്നത്, ആ ഒന്നിനെ നിങ്ങൾ ഇപ്പോൾ മറന്നുപോയി. ശിവ് ബാബ എങ്ങനെയാണ് വന്നത് ആർക്കും അറിയില്ല. ചിത്രങ്ങളിലും ക്ലിയറായി കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിലൂടെ സ്ഥാപന ശിവ് ബാബ ചെയ്യിക്കുന്നു. കൃഷ്ണൻ എങ്ങനെ രാജയോഗം പഠിപ്പിക്കുവാനാണ്? രാജയോഗം പഠിപ്പിക്കുന്നത് തന്നെ സത്യയുഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ ബാബ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാകും. സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത് ബാബയാണ്. ശിവ് ബാബ ഇദ്ദേഹത്തിലൂടെ ചെയ്യിക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണല്ലോ. അവർ ത്രിമൂർത്തി ബ്രഹ്മ എന്ന് പറയുന്നു. ഉയർന്നതിലും ഉയർന്നത് ശിവനാണല്ലോ. ഇത് സാകാരമാണ്, അത് നിരാകാരമാണ്. സൃഷ്ടിയും ഇവിടെ തന്നെയാണ്. ഈ സൃഷ്ടിയുടെ തന്നെയാണ് ചക്രം. അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷ്മവദനത്തിൻ്റെ സൃഷ്ടിയുടെ ചക്രം എന്ന് പാടപ്പെടുന്നില്ല. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനുഷ്യരുടേതാണ് റിപ്പീറ്റ് ആകുന്നത്. സൂക്ഷ്മവദനത്തിൽ ചക്രമോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു എന്ന് പാടുന്നുമുണ്ട്. അത് ഇവിടുത്തെ കാര്യമാണ്. സത്യയുഗം, ത്രേതായുഗം, പിന്നെ ഇടയിൽ തീർച്ചയായും സംഗമയുഗം ആവശ്യമാണ്. ഇല്ലെങ്കിൽ കലിയുഗത്തെ ആര് സത്യയുഗമാക്കി മാറ്റും? നരകവാസികളെ സ്വർഗവാസിയാക്കുന്ന ബാബ സംഗമത്തിലാണ് വരുന്നത്. ഇത് ഹയസ്റ്റ് അതോറിറ്റി ഗോഡ് ഫാദർലി ഗവൺമെന്റ് ആണ്. കൂടെ ധർമ്മരാജനുമുണ്ട്. ആത്മാവ് പറയുന്നു, നിർഗുണനായ എന്നിൽ ഒരു ഗുണവുമില്ല. ഏതെങ്കിലും ദേവതയുടെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ പറയും. പറയേണ്ടത് ബാബയോടാണ്. ആ ഒന്നിനെ ഉപേക്ഷിച്ച് ബ്രദേഴ്സിനോട്, അതായത് ദേവതമാരോട് വന്ന് പറയുന്നു. ഈ ദേവതമാർ ബ്രദേഴ്സ് ആണല്ലോ. ബ്രദേഴ്സിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. സഹോദരങ്ങളെ പൂജിച്ച് പൂജിച്ച് താഴേക്ക് വീണു വന്നു.
ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. ആ ഒന്നിൽ നിന്നും നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബാബയെ തന്നെ അറിയുന്നില്ല, സർവവ്യാപി എന്ന് പറയുന്നു. ചിലർ പിന്നെ പറയുന്നു അഖണ്ഡ ജ്യോതി തത്വമാണ്. ചിലർ പറയുന്നു ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. അഖണ്ഡ ജ്യോതി സ്വരൂപമാണ് എങ്കിൽ പിന്നെ നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്നെങ്ങനെ പറയുന്നു? ബാബയെ അറിയാത്തത് കാരണം തന്നെയാണ് പതീതമായിരിക്കുന്നത്. തമോ പ്രധാനവും ആവുക തന്നെ വേണം. പിന്നെ എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോൾ വന്ന് സർവരെയും സദോ പ്രധാനമാക്കുന്നു. ആത്മാക്കൾ നിരാകാരി ലോകത്തിൽ എല്ലാവരും ബാബയുടെ അടുത്ത് വസിക്കുന്നു. പിന്നെ ഇവിടെ സതോ രജോ തമോയിൽ വന്ന് പാട്ട് അഭിനയിക്കുന്നു. ആത്മാവ് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ബാബ വരികയും ചെയ്യുന്നു, ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതാണ് ഭാഗ്യശാലി രഥം. ആത്മാവില്ലാതെ രഥം ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ജ്ഞാനത്തിൻ്റെ മഴ, നോളജാണ്. ഇതിലൂടെ എന്തുണ്ടാകുന്നു? പതീത ലോകത്തിൽ നിന്നും പാവന ലോകം ഉണ്ടാകുന്നു. ഗംഗയും യമുനയും സത്യയുഗത്തിലും ഉണ്ടായിരിക്കും. കൃഷ്ണൻ യമുനയുടെ തീരത്ത് കളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസാണ്. വളരെ നല്ല രീതിയിൽ കൃഷ്ണൻ പരിപാലിക്കപ്പെടുന്നു. കാരണം പുഷ്പമാണല്ലോ. പുഷ്പം എത്ര നല്ല സുന്ദരമായിരിക്കും. എല്ലാവരും വന്ന് പുഷ്പത്തിൽ നിന്നും സുഗന്ധമെടുക്കുന്നു. മുള്ളുകളുടെ സുഗന്ധമെടുക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ ഇത് മുള്ളുകളുടെ ലോകമാണ്. മുള്ളുകളുടെ കാടിനെ ബാബ വന്ന് ഗാർഡൻ ഓഫ് ഫ്ലവർ ആക്കി മാറ്റുന്നു. അതിനാൽ ആ ഒന്നിന് ബബുൾനാഥ് എന്നും പേര് വച്ചിരിക്കുന്നു. മുള്ളുകളെ ഇരുന്ന് പുഷ്പമാക്കുന്നു. അതിനാൽ മുള്ളുകളെ പുഷ്പമാക്കുന്ന ബാബ എന്ന് മഹിമ പാടുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബയോട് എത്ര സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ലൗകിക ബാബയാണെങ്കിൽ നിങ്ങളെ ഓടയിലിടുന്നു. ഈ ബാബ 21 ജന്മത്തേക്ക് നിങ്ങളെ ഓടയിൽ നിന്നും എടുത്ത് പാവനമാക്കുന്നു. അത് നിങ്ങളെ പതീതമാക്കി മാറ്റുന്നു. അതിനാലാണ് ലൗകിക പിതാവ് ഉണ്ടായിരുന്നിട്ടും പാരലൗകിക പിതാവിനെ ആത്മാവ് ഓർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം ബാബയെ ഓർമ്മിച്ചു. ബാബ തീർച്ചയായും വരുന്നുമുണ്ട്. ശിവജയന്തി ആഘോഷിക്കുന്നുവല്ലോ. നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബന്ധം ആ ഒന്നിനോടുമുണ്ട്, ലൗകികത്തോടുമുണ്ട്. പാരലൗകിക ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമാകും. ആത്മാവിനറിയാം, അത് നമ്മുടെ ലൗകിക പിതാവും ഇത് പാരലൗകിക പിതാവുമാണ്. ഭക്തി മാർഗത്തിലും ഇത് ആത്മാവ് അറിയുന്നുണ്ട്. അതിനാലാണ് ഹേ ഭഗവാൻ, ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. അവിനാശി ഫാദറിനെ ഓർമ്മിക്കുന്നു. ആ ബാബ വന്ന് ഹെവൻ സ്ഥാപിക്കുന്നു. ഇത് ആർക്കും അറിയില്ല. ശാസ്ത്രങ്ങളിൽ യുഗങ്ങൾക്കും വളരെ നീണ്ട ആയുസ് നൽകിയിരിക്കുന്നു. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ് എന്ന ചിന്ത ആർക്കും വരുന്നില്ല. തീർച്ചയായും സംഗമത്തിൽ വരും. കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്നെഴുതി മനുഷ്യരെ തീർത്തും ഘോര അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. ബാബയെ നേടുന്നതിനു വേണ്ടി തിക്കും തിരക്കും കൊള്ളുന്നു. ആര് വളരെയധികം ഭക്തി ചെയ്യുന്നുവോ അപ്പോൾ ഭഗവാനെ ലഭിക്കുന്നു എന്ന് പറയുന്നു.
ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്യുന്നവർക്ക് തീർച്ചയായും ആദ്യം ലഭിക്കേണ്ടതാണല്ലോ. ബാബ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഭക്തി ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ആദ്യം ഭഗവാനിലൂടെ ജ്ഞാനം ലഭിക്കേണ്ടത്. പിന്നെ നിങ്ങൾ തന്നെ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. പരിധിയില്ലാത്ത ബാബ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രയാസത്തിൻ്റെ ഒരു കാര്യവുമില്ല. ബാബ പറയുന്നു, നിങ്ങൾ പകുതി കൽപ്പം ഓർമ്മിച്ചു. സുഖത്തിലാണെങ്കിൽ ആരും ഓർമ്മിക്കുന്നതേയില്ല. അന്തിമത്തിൽ എപ്പോഴാണോ ദുഃഖിതരായി മാറുന്നത്, അപ്പോൾ ഞാൻ വന്ന് സുഖമുള്ളവരാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ വലിയ വ്യക്തികളാകുന്നു. നോക്കൂ, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ തുടങ്ങിയവരുടെ ബംഗ്ലാവ് എത്ര ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു. അവിടെ പിന്നെ പശുക്കളും മറ്റും പിന്നെ മുഴുവൻ ഫർണിച്ചറും എല്ലാം ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾ എത്ര വലിയ വ്യക്തികളാണ് ആകുന്നത്, അതായത് ദേവതമാരാണാകുന്നത്. ദൈവിക ഗുണങ്ങളുള്ള ദേവതമാർ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. അവിടെ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരവും വജ്ര വൈഡൂര്യങ്ങളുടേതായിരിക്കും. അവിടെ നിങ്ങളുടെ ഫർണിച്ചർ സ്വർണജടിതമായ ഫസ്റ്റ് ക്ലാസ് ആയവ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഊഞ്ഞാലും മറ്റും എല്ലാം ദാരിദ്ര്യം പിടിച്ചതാണ്. അവിടെയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വജ്ര വൈഡൂര്യങ്ങളുടേതായിരിക്കും എല്ലാ വസ്തുക്കളും. ഇതാണ് രുദ്രജ്ഞാനയജ്ഞം. ശിവനെ രുദ്രൻ എന്നും പറയുന്നു. ഭക്തി പൂർത്തിയാകുമ്പോൾ പിന്നെ ഭഗവാൻ രുദ്രയജ്ഞം രചിക്കുന്നു. സത്യയുഗത്തിൽ യജ്ഞം അഥവാ ഭക്തിയുടെ കാര്യമേ ഇല്ല. ഈ സമയത്താണ് ബാബ ഈ അവിനാശി രുദ്രജ്ഞാനയജ്ഞം രചിക്കുന്നത്. പിന്നീട് അതിൻ്റെ മഹിമ നടക്കുന്നു. ഭക്തി സദാ തുടർന്നുകൊണ്ടിരിക്കുകയില്ല. ഭക്തിയും ജ്ഞാനവും. ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. ബാബ വന്ന് പകലാക്കി മാറ്റുന്നു. അപ്പോൾ കുട്ടികൾക്ക് ബാബയോട് എത്ര സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. മോസ്റ്റ് ബിലവേഡായ ബാബയാണ്. ആ ഒന്നിനേക്കാൾ പ്രിയമായ വസ്തു ഒന്നും തന്നെ ഉണ്ടാവുവാൻ സാധ്യമല്ല. പകുതി കൽപ്പമായി ഓർമ്മിച്ചു വന്നു, ബാബ വന്ന് നമ്മുടെ ദുഃഖം ഹരിക്കൂ എന്ന്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് തൻ്റെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുക തന്നെ വേണം. ഇവിടെ ബാബയുടെ അടുക്കൽ എത്രത്തോളം ഇരിക്കും? ബാബയുടെ കൂടെ പരംധാമത്തിൽ തന്നെയാണ് ഇരിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രയും കുട്ടികൾക്കെല്ലാവർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. ടീച്ചർ ചോദ്യം എങ്ങനെ ചോദിക്കും? ലൗഡ് സ്പീക്കറിൽ എങ്ങനെ റെസ്പോൺസ് നൽകുവാൻ സാധിക്കും? അതിനാൽ കുറച്ച് സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കുന്നത്. കോളേജിലാണെങ്കിൽ വളരെ പേരുണ്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും പരീക്ഷയുണ്ടാകുന്നു, ലിസ്റ്റ് ഇറക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നത് ആ പാരലൗകിക ബാബയെ തന്നെയാണ്. ഇപ്പോൾ ആ ബാബ വന്നു കഴിഞ്ഞു. വളരെ വലിയ മഹാഭാരത യുദ്ധവും മുന്നിൽ നിൽക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ വന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് ഉണ്ടാവുക സാധ്യമല്ല. പാവങ്ങൾ കുഴങ്ങിപ്പോയിരിക്കുകയാണല്ലോ. എങ്കിലും കൃഷ്ണ കൃഷ്ണ എന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മോസ്റ്റ് ബിലവഡ് ശിവനുമാണ്, കൃഷ്ണനുമാണ്. എന്നാൽ ആ ഒന്ന് നിരാകാരമാണ്, കൃഷ്ണൻ സാകാരമാണ്. നിരാകാരനായ ബാബ സർവ ആത്മാക്കളുടെയും പിതാവാണ്. രണ്ടുപേരും മോസ്റ്റ് ബിലവഡാണ്. കൃഷ്ണനും വിശ്വത്തിൻ്റെ അധികാരിയാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യുവാൻ സാധിക്കും
ആരാണ് കൂടുതൽ പ്രിയപ്പെട്ടത്? ശിവബാബ തന്നെയാണല്ലോ ഇങ്ങനെ യോഗ്യമാക്കി മാറ്റുന്നത്. കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ബാബ തന്നെയാണ് കൃഷ്ണനെ ഇങ്ങനെയാക്കി മാറ്റുന്നത്. അപ്പോൾ മഹിമയും കൂടുതൽ ആ ബാബയുടേതാണ് ഉണ്ടാകേണ്ടത്. ശങ്കറിന്റെ ഡാൻസ് കാണിക്കുന്നു. വാസ്തവത്തിൽ ഡാൻസിന്റെയും മറ്റും കാര്യമൊന്നുമില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പാർവതിമാരാണ്. ഈ ശിവനാകുന്ന അമരനാഥൻ നിങ്ങളെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വൈസ്ലെസ് വേൾഡ്. വികാരത്തിന്റെ കാര്യമില്ല. ബാബ വികാരി ലോകം രചിക്കുകയില്ല. വികാരത്തിൽ തന്നെയാണ് ദുഃഖമുള്ളത്. മനുഷ്യർ ഹഠയോഗവും മറ്റും വളരെയധികം പഠിക്കുന്നു. ഗുഹകളിലും മറ്റും പോയിരിക്കുന്നു, അഗ്നിയിലും നടക്കുന്നു. അത്ഭുത സിദ്ധികളും ധാരാളമുണ്ട്. ജാല വിദ്യകളിലൂടെ വളരെയധികം വസ്തുക്കൾ പുറത്തെടുക്കുന്നു. ഭഗവാനെയും ജാലവിദ്യക്കാരൻ, രത്നാകരൻ, കരാറുകാരൻ എന്ന് പറയുന്നു. തീർച്ചയായും ചൈതന്യമാണല്ലോ. ഞാൻ വരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ജാലവിദ്യക്കാരനാണല്ലോ. മനുഷ്യനെ ദേവതയും ബഗറിൽ നിന്നും പ്രിൻസുമാക്കുന്നു. ഇങ്ങനെയുള്ള ജാലവിദ്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ സുഗന്ധ പുഷ്പമാകണം. ആർക്കും ദുഃഖം നൽകരുത്. ഒരു പാരലൗകിക ബാബയുമായി സർവ സംബന്ധവും യോജിപ്പിക്കണം. ശിവ് ബാബ പ്രിയത്തിലും പ്രിയമാണ്. ആ ഒന്നിനെ തന്നെ സ്നേഹിക്കണം. സുഖദാതാവായ ബാബയെ ഓർമ്മിക്കണം. വരദാനം: ഈ ലോകത്തിൻ്റെ മോഹത്തിൽ നിന്നും മുക്തമായി അവ്യക്ത വദനത്തിൻ്റെ സവാരി ചെയ്യുന്ന പറക്കുന്ന പക്ഷിയായി ഭവിക്കട്ടെ. ബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ അവ്യക്ത വദനത്തിലേക്കും മൂലവദനത്തിലേക്കും സവാരി ചെയ്യുന്നതിനായി പറക്കുന്ന പക്ഷിയാകൂ. ബുദ്ധിയിലൂടെ എപ്പോൾ ആഗ്രഹിക്കുന്നോ, എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ എത്തിച്ചേരൂ. ഇത് ഉണ്ടാകുന്നത് തീർത്തും ഈ ലോകത്തിൻ്റെ മോഹത്തിൽ നിന്നും ഉപരി ആയിരിക്കുമ്പോഴാണ്. ഇത് സാരരഹിത ലോകമാണ്. ഈ സാരരഹിത ലോകവുമായി ഒരു കാര്യവും ഇല്ലാതിരിക്കെ, ഒരു പ്രാപ്തിയും ഇല്ലാതിരിക്കെ ബുദ്ധിയിലൂടെ പോകുന്നതും അവസാനിപ്പിക്കൂ. ഇത് രൗരവ നരകമാണ്. ഇതിലേക്ക് പോകാനുള്ള സങ്കല്പമോ സ്വപ്നമോ പോലും വരരുത്. സ്ലോഗൻ: തൻ്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സത്യതയുടെ, സഭ്യതയുടെ അനുഭവം ചെയ്യിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠത. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ
സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്, ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ
വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു. मेरे बाबा तुझे याद करूं, दिल की मैं हर बात करूं। एक पल भी ना हो मुझसे जुदा, एक पल भी ना हो मुझसे जुदा।
पल भी ना